എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഉഷാറല്ലേ? എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്നറിയാം, നമ്മൾ കുറെ കഥകൾ പറഞ്ഞു, ക്ലാസ്സുകൾ എടുത്തു അല്ലേ? കഥകൾ പറഞ്ഞു അല്ലെ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ? നിങ്ങൾക്ക് ഇഷ്ടമാണോ കഥകളൊക്കെ കേൾക്കാൻ? ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാ വന്നെന്നറിയോ? ചെറിയൊരു പദ്യം നിങ്ങൾക്ക് വേണ്ടി പാടിത്തരാൻ വേണ്ടിയിട്ടാണ്. എന്തിൻ്റെ പദ്യമാണെന്നറിയോ? നിങ്ങൾക്ക് സുപരിചിതനായിട്ടുള്ള ഒരാളാണ്. ആരാണെന്നറിയോ? കാക്ക. അതെന്തേ കാക്ക എന്ന് പറയുമ്പോൾ ചില ആളെ മുഖമൊക്കെ ഒരു കാക്കയാണോ അങ്ങനെയുള്ളൊരിത്? കാക്ക എന്താ നല്ല പക്ഷിയല്ലേ? അല്ലേ? നിങ്ങള് പുറത്ത് കൊണ്ടുപോയിടുന്ന ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒക്കെ ആരാ വൃത്തിയാക്കുന്നത്? ആമയാണോ? കാക്കയല്ലേ? കാക്കയാണ്. അപ്പൊ കാക്ക ഇത്രയും ഒരു വൃത്തിയുള്ള ജീവിയാണ് കാക്ക അല്ലേ? കാക്കയെ നമ്മൾ അങ്ങനെ തള്ളി പറയാനൊന്നും പറ്റുമോ? ഒരിക്കലും ഇല്ല. കാക്ക ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ മുറ്റവും അല്ലേ, നമ്മുടെ ചുറ്റുപാടൊക്കെ ആകെ വൃത്തികേടായിരിക്കും. ഇല്ലേ? കാക്കയെ പറ്റിയിട്ടുള്ള ഒരു പദ്യം എന്ന് പറയുമ്പോൾ പല ആളുകളുടെ മനസ്സിലും ഒരു ചിത്രം വന്നിട്ടുണ്ടാവും. ഏത് ചിത്രം? നമുക്ക് ആദ്യമേ അറിയുന്ന ആ ഒരു പദ്യം. കാക്കേ കൂടവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു വിശന്ന് കരയൂലേ. ഈ പദ്യം എല്ലാവർക്കും അറിയുന്നതല്ലേ? അല്ലേ? ഈ പദ്യം എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാവരും പാടുന്നതാണ് അല്ലേ? പണ്ടൊക്കെ നമ്മുടെ അമ്മമാര് ഇങ്ങനെ കാണിച്ചു തരും. പാട്ടുപാടി കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു വിശന്ന് കരയില്ലേ. നല്ല പാട്ടല്ലേ? അപ്പൊ ഇതുപോലെ ഇതിലും രസകരമായിട്ട് ഒരു കാക്കയുടെ കുഞ്ഞു വാവയുടെയും പദ്യമാണ് ഇവിടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചൊല്ലിത്തരാൻ പോകുന്നത്. നിങ്ങൾ കേൾക്കൂലേ? എല്ലാവരും ചെവിയൊക്കെ ഒന്ന് ഉഷാറാക്കിയിരുന്നേ. എല്ലാവരും റെഡിയല്ലേ? നമ്മൾ പാടട്ടെ. അപ്പോ നിങ്ങൾ കേൾക്കുക. ഞാൻ പാടുന്ന പാട്ട് നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടാവും, ഉറപ്പാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പാടി തുടങ്ങാം അല്ലേ? കാക്ക കുഞ്ഞിന് കൊട്ടാരം, ചില്ലയിലേറിയ കൊട്ടാരം, കമ്പും കമ്പിയും ചേർത്തു കെട്ടിയ പട്ടുവിരിച്ചൊരു കൊട്ടാരം. എന്താ? പട്ടുവിരിച്ചൊരു കൊട്ടാരം. കാക്കയുടെ കൂടിനെ പറ്റിയാണ് പറയുന്നത്. നമുക്കൊക്കെ നല്ല ഭംഗിയുള്ള വീടുകൾ ഉണ്ടാവൂലേ? കാക്കയ്ക്കൊക്കെ എന്താ? കാക്കയ്ക്ക് അവരുടെ സ്വർഗം എന്ന് പറയുന്നത് എന്താ? അവരുടെ വീട് തന്നെയാ. അവരുടെ കൊട്ടാരമാണത് അല്ലേ? കൊട്ടാരമാണത് അല്ലേ? നമ്മളുടെ വീട് എന്താണ്? കൊട്ടാരമായിരിക്കും അല്ലേ? അതുപോലെ തന്നെ കാക്കയുടെ വീട് കൊട്ടാരമാണ്. അടുത്ത വരി നോക്കാം. ഈ വരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അടുത്ത വരി നോക്കാം. കൊട്ടാരത്തിന്മെത്തയിലൊരു നാൾ, കൊട്ടാരത്തിന്മെത്തയിലൊരു നാൾ രാജകുമാരിയുറങ്ങുന്നു. ആരാ ഉറങ്ങുന്നത്? രാജകുമാരിയുറങ്ങുന്നു. രാജ്യം കാണാ കനവുകൾ കണ്ട് കുഞ്ഞിക്കാക്കയുറങ്ങുന്നു. ആര്? കുഞ്ഞിക്കാക്കയുറങ്ങുന്നു. അപ്പോൾ എന്താണ്? നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ഒരുപാട് നല്ല സ്വപ്നങ്ങൾ. ഞാൻ ദുബായിലൊക്കെ പോകുന്ന സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട്. ഞാൻ ദുബായിൽ അല്ലെങ്കിൽ കടലിൻ്റെ നടുവിലൊക്കെ ഇങ്ങനെ പോയി നിൽക്കുന്ന ആ സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട്. മീനിനെയൊക്കെ ഇങ്ങനെ തൊടുന്ന സ്വപ്നമൊക്കെ നിങ്ങൾ കാണാറുണ്ട്? അതുപോലെയുള്ള സ്വപ്നങ്ങൾ, അതുപോലെ ഭംഗിയുള്ള സ്വപ്നങ്ങളാണ് ആര് കാണുന്നത്? നമ്മുടെ ഈ കാക്കക്കുഞ്ഞ്
ഉറങ്ങുമ്പോൾ നല്ല ഭംഗിയുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ട് അല്ലേ? അടുത്തൊരു വരി നോക്കിയാലോ. ഇടവും വലവും നോക്കേണം, തൻ പൊൻ കുഞ്ഞിനെ കാക്കേണം, തൻ പൊൻ കുഞ്ഞിനെ കാക്കേണം. അന്നമൂട്ടി വളർത്തേണം, അമ്മ ചിറകു വിരിക്കേണം, അമ്മ ചിറകു വിരിക്കേണം. ഒരമ്മ കുഞ്ഞിനെ നോക്കുന്ന ആ ഒരു കെയറിങ് അല്ലേ, ആ ഒരു കെയറിങ് ആണ് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാവുന്നത് അല്ലേ? ഇടവും വലവും ഒക്കെ നോക്കി അത്രയ്ക്ക് കെയർ. നമ്മുടെ അമ്മ അങ്ങനെയല്ലേ നമ്മളെ നോക്കുന്നത് അല്ലേ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ അമ്മയോ അച്ഛനോ ആരാണെങ്കിലും നിങ്ങൾ അത്രയും കെയർ ചെയ്തിട്ട് അത്രയും സുരക്ഷിതമായിട്ടാണ് നിങ്ങളെ നോക്കുന്നത്. അതുപോലെ തന്നെ കാക്കയമ്മ കാക്കയുടെ ഈ കുഞ്ഞു വാവയെ അത്രയും കെയർ ചെയ്ത് നോക്കുകയാണ്. അടുത്ത വരി നോക്കാം. ചുട്ടുപൊള്ളും വെയിലത്തും കാറ്റും കോളും മഴയത്തും. എങ്ങനെ? ചുട്ടുപൊള്ളും വെയിലത്തും കാറ്റും കോളും മഴ. ഇപ്പോഴുള്ള സ്ഥിതിയിലെ കാറ്റും കോളും മഴയത്തും കണ്ണിലെണ്ണയൊഴിച്ചിട്ട് കാവലു കാത്തു കിടക്കേണം, കാവലു കാത്തു കിടക്കേണം. അമ്മയുടെ കഷ്ടപ്പാടാണ് പറയുന്നത് അല്ലേ? അമ്മയുടെ കഷ്ടപ്പാടില്ലേ? വെയിലായാലും മഴയായാലും തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള അത് ആലോചിച്ചിട്ട് കാക്ക എന്ത് ചെയ്യാണ്? കാക്കയമ്മ ഉറങ്ങാതെ ഒരുപാട് രാത്രികൾ നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മളുടെ ഉമ്മമാരൊക്കെ ഇങ്ങനെ തന്നെയാ അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാലേ അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ക്ഷീണം വരെ വന്നാല് നമ്മളുടെ പാരൻസിനല്ലേ, നമ്മുടെ രക്ഷിതാക്കൾക്ക് ഉറക്കമുണ്ടാവില്ല അല്ലേ? അവര് നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കും അല്ലേ? അടുത്ത് വന്ന് നിന്ന് നമുക്ക് ഇങ്ങനെ തൊട്ടൊക്കെ നോക്കും, പനിയുണ്ടോ അല്ലേ, അങ്ങനെയൊക്കെ നോക്കില്ലേ? അതുപോലെ തന്നെ കാക്കയമ്മ കാക്കക്കുഞ്ഞിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഈ വരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അടുത്ത വരി. തള്ള വിശപ്പും കുഞ്ഞു വിശപ്പും കൂട്ടം കൂടിയിരുന്നാലോ, കൂട്ടം കൂടിയിരുന്നാലോ. ഏതൊക്കെ വിശപ്പാണ്? തള്ള വിശപ്പും കുഞ്ഞു വിശപ്പും കൂട്ടം കൂടിയിരുന്നാലോ, കൂട്ടം കൂടിയിരുന്നാലോ. കാറ്റും കോളും വന്നാലോ, അമ്മ മനസ്സ് പിടഞ്ഞല്ലോ, അമ്മ മനസ്സ് പിടഞ്ഞല്ലോ. അപ്പോ തള്ള വിശപ്പും കുഞ്ഞു വിശപ്പും എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? അമ്മയ്ക്കും വിശക്കുന്നുണ്ട്, നമ്മുടെ കുഞ്ഞു വാവയ്ക്കും വിശക്കുന്നുണ്ട് അല്ലേ? പക്ഷേ ഈ കാറ്റും മഴയും ഒക്കെ ഉള്ള സമയത്ത് അമ്മയ്ക്ക് പുറത്തു പോവാൻ പേടിയാണ്. എന്തിനാണ് പേടിക്കുന്നതെന്നറിയോ? തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ, ഇതാലോചിച്ചിട്ട് അമ്മയ്ക്ക് പേടിയാണ്. പക്ഷേ വിശപ്പുമുണ്ട്. നമ്മളെപ്പോലെ അമ്മമാരെ ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് കൊണ്ടു കൊടുക്കണം അല്ലേ? അതുപോലെ തന്നെ ഈ അമ്മയും കുഞ്ഞിന് ഭക്ഷണം കൊണ്ടു കൊടുക്കണം വേണ്ടേ? കൊണ്ടു കൊടുക്കണം വേണം അല്ലേ? അടുത്ത വരി നോക്കാം നമുക്ക്. കുഞ്ഞിൻ ജീവനയോർത്തിട്ട് പോക്കും വരവും ആയല്ലോ, പോക്കും വരവും ആയല്ലോ. കിട്ടിയവറ്റും ചുണ്ടിൽ പേറി. എവിടെയാ? കിട്ടിയവറ്റും ചുണ്ടിൽ പേറി തള്ളക്കാക്ക പറന്നല്ലോ, തള്ളക്കാക്ക പറന്നല്ലോ. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു വാവയുടെ ഈ ഒരു ജീവൻ ആലോചിച്ചിട്ട് അമ്മക്കാക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പുറത്തേക്ക് പോവാൻ പറ്റുന്നില്ല. അഥവേ പുറത്തു പോയാലും കുറച്ചങ്ങോട്ട് പറന്നു പോയതിനു ശേഷം പിന്നെയും തിരിച്ചു വരും, പിന്നെയും പറന്നു പോകും, പിന്നെയും തിരിച്ചു വരും. അങ്ങനെ കളിക്കണം. എന്തുകൊണ്ടാ? പേടിച്ചിട്ടില്ലേ? എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന്
ആലോചിച്ച് പേടിച്ചിട്ടാണല്ലേ അല്ലേ. അടുത്ത വരി നോക്കാം, അവസാന വരിയാണേ. പൊന്നരി വറ്റ് വായിൽ തിരുകാൻ അമ്മ മനസ്സ് തുനിഞ്ഞല്ലോ, അമ്മ മനസ്സ് തുനിഞ്ഞല്ലോ. കാറ്റിൻ കലിയിൽ പ്രാണൻ വറ്റിയ കുഞ്ഞിനെയോർത്ത് കരഞ്ഞല്ലോ. ആരാ കരയുന്നേ? അമ്മ കരയാണ്. കുഞ്ഞിനെയോർത്ത് കരഞ്ഞല്ലോ. അമ്മ എന്ത് ചെയ്തതാണ്? അമ്മ ഈ കാറ്റും കോളും ഉള്ള സമയത്ത് പുറത്തു പോയി ഭക്ഷണവുമായിട്ട് തിരിച്ച് വന്ന് ആ സമയത്ത് തൻ്റെ കുഞ്ഞ് മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് ആ അമ്മ കാണുന്നത്. കാറ്റിലും മഴയത്തും പെട്ട് തൻ്റെ കുഞ്ഞ് മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഈ അമ്മ കാണുന്നത്. അല്ലേ അല്ലേ? നിങ്ങൾക്ക് ഈ കവിത ഇഷ്ടപ്പെട്ടോ? ഈ ഒരു പദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഈ പദ്യം കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നോക്കേ കണ്ണുനീര് വരുന്നുണ്ടോ? എന്നാലേ എൻ്റെ കണ്ണിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ട് അല്ലേ. അത്രയ്ക്ക് ഭംഗിയുള്ളൊരു പദ്യമാണിത് അല്ലേ. അത്രയ്ക്ക് ഭംഗിയുള്ളൊരു പദ്യമാണ്. ഈ പദ്യം ആരാ എഴുതിയെന്നറിയോ? ഞാൻ ഇവിടെ കൊടുക്കാം, ഫോട്ടോ ഇവിടെ കൊടുക്കാം കേട്ടോ. നിങ്ങൾ നോക്കൂലേ, പേരും ഫോട്ടോ ഒക്കെ നിങ്ങൾ നോക്കൂലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ പദ്യം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സാധാരണ നമ്മൾ കഥയായിരുന്നു അല്ലേ പറയുന്നത്. ഈ പദ്യം നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്.